ടെറ്റ് പുനഃപരിശോധനാ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഹർജികൾ സുപ്രീം കോടതി തള്ളി. ടെറ്റ് യോഗ്യത നേടാനുള്ള സമയപരിധി 3 വർഷമായി ദീർഘിപ്പിച്ചു. ബി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, സുപ്രീം കോടതിയിൽ നിന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. ടെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു സർക്കാരിന്റെ ആവശ്യം? സർക്കാരിന് മാത്രമല്ല അധ്യാപക സംഘടനകൾ കൂടിയാണ് തിരിച്ചടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള ഒരു വിധി അനുസരിച്ച് വിരമിക്കാൻ 5 വർഷം മാത്രം ബാക്കി നിൽക്കുന്നവർ ഒഴികെയുള്ള ബാക്കി എല്ലാ അധ്യാപകരും മതിയായ യോഗ്യത നേടിയിരിക്കണം. പ്രധാനപ്പെട്ട യോഗ്യതയാണ് ഈ ടെറ്റ് പരീക്ഷ പാസ്സായിരിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് സംസ്ഥാനത്ത് 50,000-ഓളം അധ്യാപകർക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. രാജ്യത്ത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകുക എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിവിധ അധ്യാപക സംഘടനകൾ സുപ്രീം കോടതിയിലെത്തിയത്. കേരള സർക്കാരും ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയിലെത്തിയിരുന്നു. നേരത്തെ 3 വർഷത്തിനുള്ളിൽ ഇത് ടെറ്റ് പാസ്സാകണം എന്നുള്ള ഒരു ഉത്തരവായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അല്ലാത്തവർക്ക് മതിയായ ഈ യോഗ്യത ഇല്ലെങ്കിൽ അവർക്ക് പ്രമോഷൻ ഉൾപ്പെടെയുള്ളവ തടയാനും ഭാവിയിൽ അവരുടെ ഒരു അധ്യാപനം രീതി തന്നെ ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം ഈ അധ്യാപകരെല്ലാവരും ഈ ടെറ്റ് പരീക്ഷ പാസ്സാകണം എന്നുള്ള ഒരു നിർബന്ധം തന്നെയായിരുന്നു സുപ്രീം കോടതി നടത്തിയത്. ഇതിനെതിരെയാണ് അധ്യാപക സംഘടനകൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഈ പുനഃപരിശോധനാ ഹർജി ചേംബറിൽ തന്നെയാണ് വാദം നടന്നത്. അതിനുശേഷമാണ് ഒരു കാരണവശാലും ഈ തരത്തിലുള്ള അധ്യാപക സംഘടനയോ കേരള സർക്കാരിൻ്റെയോ വാദം അംഗീകരിക്കാനാവില്ലെന്നും വിദ്യാർത്ഥികൾ പരീക്ഷ പാസ്സാകണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു പരീക്ഷ പാസ്സാകുന്നത് നോക്കുന്ന ഈ അധ്യാപകർ കൃത്യമായി അവർക്കും മതിയായ യോഗ്യത ഉണ്ടാവണം, അവരും പരീക്ഷ പാസ്സാകണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു സുപ്രീം കോടതി. ശരി, എന്തായാലും സുമോദ്, ഇതിപ്പോൾ 3 വർഷമായി യോഗ്യത നേടാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിട്ടില്ലേ കോടതി? സമയപരിധി ദീർഘിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു അനുകൂലമായ ഘടകമുള്ളത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമയപരിധിയേക്കാളും 1 വർഷം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. നേരത്തെ 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പരീക്ഷ പാസ്സാകണം എന്നുള്ള ഒരു നിർബന്ധം തന്നെയായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അത് പലപ്പോഴും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പരീക്ഷ എഴുതി പാസ്സാകുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം അധ്യാപക സംഘടനകൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇത് 1 വർഷം കൂടി നീട്ടി സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി, എന്തായാലും ടെറ്റ് യോഗ്യത നേടാനുള്ള സമയപരിധി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാരിനും അതുപോലെ തന്നെ അധ്യാപകർക്കും വലിയ തിരിച്ചടിയാണെന്ന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്.